നല്ല ചിണ്ടു. ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിണ്ടു ഹായ് പറഞ്ഞേ, ഹായ് ഹായ് പറഞ്ഞേ. മൂപ്പരാൾക്ക് ഉറക്കം വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ഞങ്ങളെല്ലാവരുടെയും വക. അപ്പൊ ഇന്ന് നമ്മുടെ ക്രിസ്മസ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ പുറത്തൊന്നും പോണില്ല, നമ്മൾ വീട്ടിൽ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാന്ന് വിചാരിച്ചു. കേക്കൊക്കെ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ചിണ്ടുതാ എന്നെ നോക്കിക്കണ്ട് എന്താ പറയണേന്ന്. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആഘോഷങ്ങൾ ചെറിയൊരു കുട്ടി ക്രിസ്മസ് വ്ളോഗ് ആണ് കേട്ടോ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വ്ളോഗ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടനും കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങളടുത്ത് എത്തുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മോടത്തെ പെയിങ്കിഷ് കൊടുത്തു, പെയിങ്കിഷ് പെയിങ്കിഷ് കൊടുക്കൂ, പെയിങ്കിഷ് ചിണ്ടുപ്പി നോക്കിയേ ധാരാ. ഇറങ്ങി നടക്കാൻ വേണ്ടിട്ട് അയ്യോ കഷ്ടം, കഷ്ടായല്ലോ. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ, ഹാപ്പി ക്രിസ്മസ്. പുതിയ ഉടുപ്പൊക്കെ ഇട്ടിരിക്കാണ് പറയോ? ആ പുതിയ ഉടുപ്പിട്ടുണ്ടെന്ന് പറയോ? പുതിയ ഉടുപ്പാണ് പറയോ? പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ കുട്ടിക്ക്. ആ എന്നെ പോക്കറ്റൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയറും കൂടി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ റെഡി ആയിട്ട് ഒരു പരിപാടി ഇല്ലല്ലോ, എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ഇങ്ങനെ പുറത്ത് പോയി ഇരിക്കുകയാണ്. ചിണ്ടുവിനെയും കളിപ്പിച്ചിട്ട് ജോലി ഇല്ലാത്ത കാരണം ഇപ്പോൾ ചിണ്ടുവിനെ കളിപ്പിക്കലാണ് എൻ്റെ ഏറ്റവും വലിയ മെയിൻ പണി. അമ്മ എനിക്ക് കൊണ്ടുവന്ന് തരും നോക്കാൻ പറഞ്ഞിട്ട്, പിന്നെ ഞാൻ തന്നെയാണ് അവളിപ്പോൾ നോക്കണം മൊത്തം. അങ്ങനെ ചിണ്ടു ഇപ്പം നന്നായി നടക്കാനൊക്കെ തുടങ്ങിയിട്ട്. ആളിപ്പോൾ ഫുള്ള് കസാര പിടിച്ച് നടക്കല്, ഒറ്റയ്ക്ക് നടക്കലൊക്കെ. അത് കാരണം ഭയങ്കര പേടി. എവിടെയും ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് നടത്തിയിട്ടൊന്നും പോകാൻ പറ്റില്ല. ആളങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെത്തും. എവിടേക്ക് പോയാലും, അത് ബാത്റൂമിൽ പോയാലും, ഒന്ന് കൈ കഴുകാൻ പോകണേ, ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ എങ്ങോട്ട് ഒന്ന് മോളിക്ക് പോവുകയാണെങ്കിൽ പോലും അവൾ പിന്നാലെ ഇങ്ങനെ തത്തി വരും. അത് കാരണം എവിടെ നിർത്താൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ പണ്ടൊക്കെ ചെറുതിലായിരുന്നപ്പോൾ അവളെ കസാലയിൽ, ചാരി കസാലയിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് പാട്ടൊക്കെ വെച്ചു കൊടുത്താൽ മൂപ്പരാളവിടെ ഒതുങ്ങിയിരുന്നോളും. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഒതുങ്ങിയിരിക്കാൻ പോയിട്ട് എവിടെ, അമ്മ പറയും നിന്റെ മോളല്ലേ, പിന്നെ ഇതിൻ്റെക്കാളും ഇടങ്ങേറാക്കുള്ളൂന്ന്. അങ്ങനെ അവളാണെങ്കിൽ കാലത്തെ ഭയങ്കര നടത്തത്തിലാണ് കേട്ടോ. ഞാൻ അവളെ കളിച്ചിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കും. അവൾ ഓടി വന്ന് എന്നെ പിടിക്കുക. അവൾക്ക് എൻ്റെ ഒരു സറൗണ്ടിങ്സിൽ നിൽക്കണം, അത് ആണ് അവൾക്ക് ആവശ്യം. അത് കാരണം ഇങ്ങനെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. ചിണ്ടുവിന് ഇങ്ങനെ ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞ് ഇപ്പം തീരെ ഇരിക്കാൻ മൂപ്പരാൾക്ക് ഇഷ്ടമല്ല, കസാല പിടിച്ചിരിക്കും. എപ്പോഴാണ് വലിയ ആളായിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു റോളാണ്. അപ്പം നമ്മൾ ഇന്നലെ തലേന്ന് പോയിട്ട് ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ അല്ലേ, നമുക്ക് വേറെ ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ നമ്മുടെ കുട്ടി വീട്ടിലെ നമ്മളെ ചെറിയ ആഘോഷം അത് വലുതായിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ പോയി ഒരു കേക്കൊക്കെ വാങ്ങിച്ചു. ചിണ്ടുള്ള കാരണം നമ്മുടെ എല്ലാ വിശേഷങ്ങളും നമ്മൾക്ക് സ്പെഷ്യലാണ്, ആദ്യത്തെ ഫസ്റ്റാണ്. അപ്പം നമ്മൾ ചിണ്ടുവിന് ഒരു ഇതും കുറവുണ്ടാവരുത്. അപ്പം നമ്മൾ ചിണ്ടുള്ള കാരണം എല്ലാം ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മളൊരു ആഘോഷമൊന്നും ചെയ്യില്ല. അപ്പോൾ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ചെറിയൊരു കേക്ക്. അപ്പോൾ ഇന്നലെ പോയി വാങ്ങിച്ചു വെച്ചു. മൂപ്പരാളാണെങ്കിൽ പെട്ടി കണ്ടപ്പോൾ അണ്ണാനെ പോലെ തപ്പിയോ വരികയാണ് കേട്ടോ. മൂപ്പരാൾക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് എൻ്റെ വയറ്റിലുള്ള സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫുള്ള് മധുരമാണ് ഏറ്റവും കൂടുതൽ കഴിച്ചായിരുന്നത്. എനിക്ക് എരിവ്, പുളി അങ്ങനത്തെ സാധനങ്ങളോടൊന്നും അധികം താല്പര്യം ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഈ മധുരമുള്ള ലഡു, ജിലേബി, പേട അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. അത് കാരണം ഇപ്പം അവളും ഭയങ്കര സ്വീറ്റ്സ്, മിഠായി, ഐസ്ക്രീം, ജ്യൂസ് എല്ലാ സംഭവങ്ങളും തിന്നും. അപ്പോൾ അവൾ കേക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടൂല്ലല്ലോ. അപ്പോൾ അവൾ കേക്ക് ഇങ്ങനെ അമ്മയും അവളും തമ്മിലുള്ള കേക്ക് പിടിച്ച് വലിയിലായിരുന്നു കുറച്ച് നേരം. അത് അങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോൾ അവൾ വന്നെടുക്കും, പിന്നെയും മാറ്റി വയ്ക്കുക. അത് അവൾക്ക് കാണാൻ വേണ്ടിയിട്ട് അത് അങ്ങോട്ട് നാശിപ്പിക്കണം, അതിനുള്ള തിരക്കിലായിരുന്നു അവൾ. അപ്പോൾ അവൾ ഓളിട്ട് കരയണമൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര അഭിനയമാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ അഭിനയിക്കണമൊക്കെ കാണാൻ.
അങ്ങനെ നമ്മുടെ അമ്മയും ചിണ്ടുള്ള യുദ്ധത്തിന് ഒടുവിൽ അതിനുള്ള നിലപാടായി. അവളങ്ങനെ നിലത്തൊക്കെ ഇരുന്ന് വാശിയായി, കരച്ചിലായി, അഭിനയായി. കണ്ണീർത്തുള്ളി വെള്ളം വരില്ല കേട്ടോ, അമ്മാതിരി അഭിനയമാണ് അവൾ, കരഞ്ഞ് അഭിനയിക്കുക. പിള്ളേരെല്ലാവരും എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ കാണുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ അമ്മ അതാ ചിണ്ടുവിൻ്റെ ബർത്ത്ഡേക്ക് കുത്തിവെച്ച മെഴുകുതിരിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 1 വയസ്സായി എന്നൊക്കെ പറഞ്ഞ് കുത്തിവെക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് അതിനേക്കാളും വലുത്ത്. എന്നിട്ട് ആ 1 വയസ്സിൻ്റെ അത് ലൈറ്റർ കൊണ്ട് കത്തിച്ച് തീയൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ടായിരുന്നു. ചിണ്ടു ആണെങ്കിൽ അത് കണ്ടപ്പോൾ അവൾക്ക് ഇടങ്ങേറായി. അവൾക്ക് അത് എന്താ ഊതണപ്പോൾ അതാണിപ്പോൾ അമ്മ അവളെ കൈയഴിക്കാനൊക്കെ കൊണ്ടുപോയി. പിന്നെ ഞങ്ങളത് ആ ഊതാൻ പോവായിരുന്നു. അവൾക്ക് ആ മുറിക്കാനങ്ങോട്ട് വേഗം മുറിച്ചാൽ മതി എന്നുള്ളതിലാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ വാങ്ങിച്ചിരുന്നത്. വലുതൊന്നും മേടിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അങ്ങനെ കേക്ക് കഴിക്കാറില്ല, അമ്മയ്ക്ക് അങ്ങനെ താല്പര്യമില്ല. വല്ലപ്പോഴൊക്കെ എവിടെന്നെങ്കിലും കഴിക്കാന്നല്ലാണ്ട് അങ്ങനെ കഴിക്കില്ല. പിന്നെ ചിണ്ടു ആണെങ്കിൽ എന്തോരം കഴിക്കും. അത് കാരണം നമ്മൾ ആഘോഷിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു കേക്ക് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ അതിൻ്റെ ഇടയിൽ മാന്തനൊക്കെ ഉണ്ട് കേട്ടോ. കേക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ അതിൻ്റെ ഇടയിൽ കഴിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. വേറെ ആരെയും നോക്കണമൊന്നുമില്ല, വായ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇങ്ങനെ മധുരമുള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിന്നുകൊണ്ടിരിക്കും. അമ്മ എന്നൊക്കെ ചീത്ത പറയും, ഷുഗർ വരുന്നു പറഞ്ഞിട്ട്. അത് കാരണം ഞാൻ എന്ത് വ്ളോഗ് ചെയ്യുമ്പോഴാവും വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ മാറി ഇന്ന് ചെയ്യണം. വാട്ടയിട്ടിനിടെ ചെയ്യാൻ പോലും ഉള്ളൂ എനിക്ക് മനസ്സമാധാനം തരില്ല. അപ്പോഴേക്കും അമ്മ എന്ന് പറഞ്ഞു വരും. കാരണം അതും കൂടി തിന്നാൻ വേണ്ടിയിട്ട്. അവൾക്ക് എന്ത് സാധനമൊന്നുമില്ല, എന്ത് കണ്ടാലും തിന്നണം. അത് കാരണം അങ്ങനെ തിന്നോട്ടോ. എന്നാലും ആവശ്യമുള്ള കാര്യങ്ങളൊന്നും കഴിക്കില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ചോറ് അവൾക്ക് കൊടുക്കണം, കുറുക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്നോ കഴിക്കില്ല. അതിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെ വല്ലതാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണെങ്കിൽ ചുമയും തൊണ്ടവേദനയും പനിയൊക്കെ പിടിച്ചിരിക്കണ കാരണം തണുത്ത സാധനങ്ങളൊന്നും അങ്ങനെ കൊടുക്കണില്ല കേട്ടോ. അത് കാരണം മൂപ്പരെ ഒളിപ്പിച്ചിട്ട് വേണം ജ്യൂസൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതാണ് വീട്ടിലത്തെ ഏറ്റവും വലിയ മെനക്കെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവളെ കാണാണ്ട് ഒളിപ്പിച്ച് കഴിക്കണം എന്ന് വെച്ചാൽ, ഇവളെ ഉറങ്ങുമ്പോൾ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ സൗണ്ട് കേൾക്കും. അത് കാരണം നമ്മൾ പുറത്തൊക്കെ പോയി ഒളിപ്പിച്ച് കഴിക്കണം. അതാണ് ഇപ്പോൾ വീട്ടിലത്തെ അവസ്ഥ എന്ന് പറയണത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ അതാ ഉച്ചയായി. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, കുറച്ച് ചിക്കൻ തലേദിവസം മാളിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മസാലയൊക്കെ ചെയ്തത്. അപ്പം നമ്മളതിങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു. ചിണ്ടുവിന് ചിക്കനും മീനൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. ചിണ്ടുവിനെ മുട്ട അടിക്കാൻ വേണ്ടിയിട്ട് പളനി കൊണ്ടുപോകണം. ആ നേർച്ച കഴിഞ്ഞിട്ടേ അവൾക്ക് എന്തെങ്കിലും കൊടുക്കുള്ളൂ എന്നുള്ളതിലാണ് നമ്മൾ മത്സ്യമാംസം അങ്ങനത്തെ നോൺ വെജ് ഒന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല. വെജിറ്റേറിയൻ തന്നെ കൊടുക്കാറുള്ളൂ സാധനങ്ങളൊക്കെ. അപ്പം ഞാൻ അമ്മയും കൊച്ചും കൂടി അപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കസിൻസിൻ്റെ വീട്ടിൽ. ആ സമയത്ത് ഞാൻ ചിക്കനൊക്കെ വറുത്ത് വെക്കുകയാണ് കേട്ടോ. ചിക്കൻ 65 ആയിരുന്നു. അപ്പോൾ അത് വെറുതെ ജസ്റ്റ് എണ്ണയിലിട്ട് വറുത്തെടുത്താൽ മതി. പിന്നെ കുറച്ച് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ്റെ വേറെ ഗ്രേവി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ കഴിച്ചു ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിണ്ടു ബേബിക്ക് വാശി പിടിച്ചു തുടങ്ങിയിട്ട്. നമ്മുടെ വൈകുന്നേരമായപ്പോൾ കുട്ടിക്ക് ഭയങ്കര വാശി. അപ്പോൾ നമ്മളമ്മ ഇന്നലെ മാളിൽ നിന്ന് വാങ്ങിച്ച് വെച്ച ഫ്രഞ്ച് ഫ്രൈസ് നല്ല ചൂടോടെ വറുത്ത് കൊടുത്തു കേട്ടോ. അവൾക്കാണെങ്കിൽ ഒരു പാപ്പു പാത്രം ഉണ്ട് കേട്ടോ. അതും കാണിച്ചിങ്ങനെ വരും, പാപ്പു എന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ അമ്മയുടെ അടുത്ത്. അങ്ങനെ അവൾക്കണ്ട പാപ്പു പാത്രം കാണിച്ചിട്ട് അവളിങ്ങനെ വരും. അപ്പം അതിലിട്ട് കൊടുക്കും ചെറുതായിട്ട്. അപ്പം മൂപ്പരാളാണെങ്കിൽ ഒറ്റ മിനുക്കല് അങ്ങോട്ട് കയറ്റും. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് വ്ലോഗ്. അപ്പം എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.